രൂപയ്ക്ക് എല്ലാവർക്കും LPG സിലിണ്ടർ, 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, റേഷൻ കിറ്റുകൾ സൗജന്യം, സ്ത്രീകൾക്ക് മാസം 2500 രൂപ, തൊഴിലില്ലാത്ത യുവാക്കൾക്ക് മാസം 8500 രൂപ. ഞെട്ടിയോ? ഞെട്ടണ്ട, ഇതാണ് കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ. വാഗ്ദാനമാണെങ്കിലും ഇങ്ങനെ കൊതിപ്പിക്കരുതെന്നും വോട്ടർമാർ പറയുന്നുണ്ട്. ഇതിലും മികച്ച വാഗ്ദാനങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രമെന്നും ട്രോളന്മാരും പറഞ്ഞു തുടങ്ങി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കവേ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഡൽഹിയിലെ മുഴുവൻ ജനങ്ങളും. അധികാരത്തിലെത്തിയാൽ 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും 500 രൂപയ്ക്ക് LPG സിലിണ്ടറുകളും സൗജന്യ റേഷൻ കിറ്റുകളും നൽകുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. പണപ്പെരുപ്പത്തിനിടയിൽ വോട്ടർമാരെ ആകർഷിക്കാൻ മേൻഗാങ് മുക്ത യോജന എന്ന പദ്ധതിയും പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി ഇൻചാർജ് ഗാസി നിസാമുദ്ദീൻ, ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്രൻ യാദവ് എന്നിവർക്കൊപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡൽഹിയിൽ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അതിന്റെ 5 ഉറപ്പുകൾ ഉടൻ തന്നെ നിറവേറ്റുമെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു. നേരത്തെയും ആകർഷകമായ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അധികാരം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ തീവ്രമായ ശ്രമം. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് എല്ലാ സ്ത്രീകൾക്കും 2500 രൂപ നൽകുമെന്നാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാഗ്ദാനം. പ്യാരി ദീദി യോജന എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. 25 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ജീവൻ രക്ഷാ യോജന എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാസമ്പന്നരും തൊഴിലില്ലാത്തവരുമായ യുവാക്കൾക്ക് 1 വർഷത്തേക്ക് എല്ലാ മാസവും 8500 രൂപ നൽകും എന്നതാണ് മറ്റൊരു വാഗ്ദാനം. നടപ്പാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഈ പദ്ധതികളൊക്കെ കേട്ട് മൂക്കത്ത് വിരൽ വെക്കുന്നവരാണ് ഏറെയും. എന്ത് വില കൊടുത്തും അധികാരം തിരിച്ചു പിടിക്കുക എന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം ഇതുകൊണ്ട് ഫലം കാണുമെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. എന്തായാലും ഇത്തരമൊരു വാഗ്ദാനം ഇതിനു മുൻപ് മറ്റൊരു പാർട്ടിയും നടത്തിയിട്ടില്ല എന്നതും എടുത്തു പറയണം. വ്യത്യസ്ത രുചികളിൽ ഫ്ലേവേർഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.